പത്രവാർത്തകളിൽ തുടർച്ചയായി വരുന്ന ധർമ്മസ്ഥലയുടെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ധർമ്മസ്ഥല അത് ദക്ഷിണ കർണാടകയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എന്ന് മാത്രമല്ല, ധർമ്മസ്ഥലയിൽ അവിടെ അതൊരു പഴയ കാലത്തെ ഈ തെക്കൻ കർണാടകം എന്ന് പറയുന്നത് ജൈനരുടെയും ബൗദ്ധരുടെയും ഒരു കേന്ദ്രമായിരുന്നു. ഒരു കാലത്ത് അവർ വലിയ വാണിജ്യത്തിൽ അവരുടെ സംഭാവനകൾ വളരെ പ്രധാനമാണ്. എന്ന് മാത്രമല്ല, അവിടെ ജൈന വിശ്വാസികൾ അവിടെ ഈ തെക്കൻ കർണാടകത്തിൽ ഭരണം നടത്തുക പോലും ചെയ്തിട്ടുണ്ട്. എന്നാൽ 15-ാം നൂറ്റാണ്ടോടുകൂടി പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പശ്ചിമ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേര് ഉറപ്പിച്ചു. ഇക്കാലത്ത് പോർച്ചുഗീസുകാരുടെ ഒരു ആധിപത്യം ഉണ്ടാവുകയും പഴയ രാജവംശങ്ങളെല്ലാം അവിടെ നിന്ന് ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമാവുകയും അപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ അവിടെ ഒരു മഹാദേവൻ്റെ ക്ഷേത്രമാണ്, ഹൈന്ദവ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് അത് സമകാലീന ചരിത്രകാരന്മാരുടെ താല്പര്യം അതിലേക്ക് വന്നത്. അവിടെ 3 ദിവസം അവിടെ തീർത്ഥാടകരായി എത്തുന്നവർക്ക് സൗജന്യമായിട്ട് താമസിക്കാം. എന്ന് മാത്രമല്ല, 3 ദിവസവും അവർക്ക് സൗജന്യമായി ഉച്ച ഭക്ഷണം ലഭിക്കും. പക്ഷേ വളരെ വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ, ആ ക്ഷേത്രത്തിൻ്റെ മാനേജിങ് ട്രസ്റ്റി ഒരു ജൈന കുടുംബമാണ്, അല്ലെങ്കിൽ ജൈന കുടുംബത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ക്ഷേത്ര ഭരണം നടക്കുന്നത്. ഞാൻ അവിടെ ഒരു ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയുടെ അഖിലേന്ത്യ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അത് ധർമ്മസ്ഥലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ധർമ്മസ്ഥലയിൽ 3 ദിവസം അവിടെ താമസിച്ചപ്പോഴാണ് ഞാൻ ഈ ധർമ്മസ്ഥലയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്, എങ്ങനെയാണ് ഒരു ഹിന്ദു ക്ഷേത്രം ഈ ജൈന ട്രസ്റ്റിമാരുടെ ഭരണത്തിലാകാൻ ഇടയായത് എന്ന് അന്വേഷിച്ചത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് നമ്മുടെ മൈസൂരിലെ രാജാക്കന്മാർ ദുർബലരായപ്പോൾ അവരുടെ സേനാനായകനായ ഹൈദരാലി അവിടെ ഭരണം പിടിച്ചെടുക്കുകയും മൈസൂർ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും മൈസൂറിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ക്രമേണ അദ്ദേഹം കൂർഗും മംഗലാപുരവും എല്ലാം കീഴടക്കി മലബാറിലേക്ക് വന്നു. മലബാർ കീഴടക്കി. അദ്ദേഹത്തിൻ്റെ ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താനും അങ്ങനെ മലബാറിൻ്റെയും കൂർഗിൻ്റെയും അതുപോലെ മംഗലാപുരത്തിൻ്റെയും മൈസൂറിൻ്റെയും അധിപനായിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ ആ ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഈ ചില ഹിന്ദു ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ജൈനർക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ ജൈനർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ജൈനരുടെ ഭരണച്ചുമതലയുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയില്ല എന്ന ഒരു ധാരണ ഹിന്ദുക്കൾക്കുണ്ടായി. ഈ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ശക്തന്മാരായ ഭരണാധികാരികൾ ഈ ആരാധനാലയങ്ങളിലാണ് പണമൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആ പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണം അവർ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊള്ളയടിക്കുന്നത്. പക്ഷെ മൈസൂറിലെ ക്ഷേത്രങ്ങളൊന്നും ടിപ്പു സുൽത്താൻ്റെ സൈന്യം നശിപ്പിച്ചില്ല. എന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക മാത്രമല്ല, ആ ക്ഷേത്രങ്ങൾ അത്യാവശ്യം അവിടെ കയ്യേറ്റങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ തിരിച്ച് ക്ഷേത്രങ്ങൾക്ക് അതുപോലെ തന്നെ ഉദാരമായിട്ട് ഭൂമി ടിപ്പു സുൽത്താൻ ദാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു അന്ധവിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചില ക്ഷേത്രങ്ങളോട് അദ്ദേഹത്തിന് മമതയുണ്ടായിരുന്നു.
പക്ഷേ പൊതുവേ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ശക്തന്മാരായ ഭരണാധികാരികളുടെ പോളിസി എന്ന് പറയുന്നത് കീഴടക്കുന്ന പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്വത്ത് കവർന്നെടുക്കുക. അപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ സ്വത്ത് എന്തെങ്കിലും കാരണവശാൽ ടിപ്പു സുൽത്താൻ കവർന്നെടുക്കരുത് എന്ന ഒരു വിശ്വാസത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല ജൈന കുടുംബത്തെ ഏൽപ്പിക്കുന്നത്. ഇന്നത്തെ ട്രസ്റ്റികളുടെ കയ്യിൽ ഈ ക്ഷേത്രം അങ്ങനെയാണ് എത്തുന്നതെന്നാണ് എൻ്റെ ചരിത്ര അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്നാൽ അവരാകട്ടെ ഈ ക്ഷേത്രത്തെ വളരെ വളരെ മാതൃകാപരമായിട്ടെന്നോണം അവർ ഭരണം നടത്തി എന്നുള്ള ഒരു ധാരണയാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഉണ്ടാക്കിയത്. മാത്രമല്ല അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ അവിടെ നടത്തുന്നു. മെഡിക്കൽ കോളേജ്, എൻജിനീയറിംഗ് കോളേജ്, ആയുർവേദ കോളേജ്, ഡെൻ്റൽ കോളേജ് ഒക്കെ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ക്ഷേത്രത്തിലെ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. ഇടയ്ക്ക് മാത്രം പൂജാരികളുടെ മണി മുഴങ്ങും, അവരുടെ മെല്ലെയുള്ള മന്ത്രങ്ങളുടെ ശബ്ദവും കേൾക്കാം. അതല്ലാതെ നിശബ്ദമാണ്. കാരണം ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഭക്തന്മാർ വായിക്കുന്നത് വിവിധ ഭാഷകളിൽ എഴുതിയ ബോർഡുകളിൽ നാമജപം മാത്രമേ പാടുള്ളൂ, അത് നിശബ്ദമായിട്ട് വേണം ജപിക്കേണ്ടത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പരിപൂർണമായ നിശബ്ദതയാണ് അവിടെ കണ്ടിരുന്നത്. അത് വളരെ അത്ഭുതകരമായി തോന്നി. എന്നാൽ ഒരു ക്ഷേത്രത്തിന് അനിവാര്യമല്ലാത്ത ഒരു മ്യൂസിയം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെനിക്ക് അതിനോട് വലിയ ഒരു അടുപ്പവും തോന്നി. എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കാർ മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിലെ മാനേജിങ് ട്രസ്റ്റി ഒരു വലിയ വാഹനങ്ങളോട് കമ്പമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഈ കാർ മ്യൂസിയം വന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം കാറ് അദ്ദേഹം അവിടെ വിലയ്ക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സൗജന്യമായിട്ട് ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം വാങ്ങി ഈ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത് കണ്ടു. ആ മ്യൂസിയം പിന്നീട് ധർമ്മസ്ഥലയിൽ നിന്നും മാറ്റി. ഇപ്പോൾ അത് ശ്രീരംഗപട്ടണത്തിന് സമീപമാണ്. ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാർ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ മ്യൂസിയത്തിൻ്റെ ചുമതല അല്പകാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ മ്യൂസിയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കാലത്ത് ഈ ധർമ്മസ്ഥലയിലെ മാനേജിങ് ട്രസ്റ്റി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചു. അന്ന് അദ്ദേഹം തിരുവിതാംകൂറിലെ രാജകുടുംബത്തിലെ അന്നത്തെ മുതിർന്ന അംഗമായിരുന്ന ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉപയോഗിച്ചിരുന്ന ഒരു കാറ് ഈ തൻ്റെ മ്യൂസിയത്തിന് കിട്ടുമോ എന്ന് അറിയാനായിട്ടാണ് അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് വന്നത്. ആ സന്ദർശന വേളയിലും അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൈന മതത്തിൽ മാത്രമല്ല ഹിന്ദു മതത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നി. അതേസമയത്ത് അദ്ദേഹത്തിന് ആധുനിക കാലഘട്ടത്തെ ജീവിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിയും ഉള്ള ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി. ധർമ്മസ്ഥലയെ പറ്റിയുള്ള വിവാദങ്ങൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലേക്ക് മടങ്ങി എന്ന് മാത്രം.